ഇവിടെ വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇന്നത്തെ ദിവസം ഒഴിഞ്ഞിട്ട് ഇന്നിവിടെ വരാൻ പറ്റും ചെയ്തതൊരു അങ്ങനത്തെ ഒരു ഒഴിവ് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ട് കണ്ട ഒരാളാണ് കുമാറാണ്. ഞാൻ ഒരുപാട് അച്ഛനും അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒരുപാട് സ്റ്റേജുകൾ ഒരുമിച്ച് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു മാർച്ച് ആ സമയത്തും മണലൂർ അയ്യപ്പങ്കാവിലായിരുന്നു ലാസ്റ്റ് ഞാൻ കുമാരങ്ങളുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്തത്. കഴിഞ്ഞൊരു ന്യൂസ് അറിഞ്ഞപ്പോഴും ഭയങ്കര വിഷമവും ഒരു ഷോക്കായിരുന്നു. എങ്ങനെ ഞാൻ അമ്മ എന്ന് വിളിക്കുകയും ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം അത്രയും കണ്ട് പരിചയമുള്ള ഒരാൾ ആണ് കുമാരങ്ങൾ. അത്രയും എന്താ പറയുക, നമ്മൾ ആ ഒരു ഭക്തിഗാനങ്ങൾക്ക് പോകുമ്പോഴും കുമാരങ്ങളുടെ ഫ്ലൂട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക പരിപാടിയെ ഏറ്റവും ഭംഗി കൂട്ടാറേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു ദിവസം ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് തന്നെ ഒരു സപ്പോർട്ടാണെങ്കിലും എന്നാൽ കഴിയുന്ന വിധം എൻ്റെ ഫാമിലി ആണെങ്കിലും നമ്മളെല്ലാവരും കുമാരങ്ങളുടെ ഫാമിലിക്ക് നൽകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ എല്ലാവരും വന്നിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ 3 പേരും നിങ്ങൾ അക്കാഡമിക്സ് പഠിപ്പാണെങ്കിലും കലയാണെങ്കിലും ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ എത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്നായി എല്ലാം കലയാണെങ്കിലും പഠിപ്പാണെങ്കിലും എല്ലാം ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുനടക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്മൃതി സന്ധ്യ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് ഓൾറെഡി ഒരു വലിയ വിജയമാണ് ഇത്. ഈ ഒരു ദിവസം എന്നല്ല, എന്നും കുമാരങ്ങളെ നമ്മളെല്ലാവരും ഓർക്കട്ടെ. സ്മൃതി സന്ധ്യ ഒരുപാട് സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യും. താങ്ക് യു.